അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിവല്ലാഹ്. ബഹുമാനികളെ, ഇന്ന് ഹിജറ വർഷം 1441 ശഅബാൻ 19. അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള അതിമനോഹരമായ സ്വലാത്തുകളുടെ വൈവിധ്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും മിനിയാന്നുമായി മഹാനായ ഗൗസുൽ ആലമിൻ്റെ സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഗൗസുൽ ആലമിൻ്റെ ഒരു സ്വലാത്ത് ശൃംഖല ഇൻഷാ അല്ലാഹ് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സമ്മാനിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സൗകര്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താമല്ലോ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നാം പറയുന്നത് അഫ്ളലുസ് സ്വലവാത്ത്, സ്വലവാത്തുകളുടെ കൂട്ടത്തിൽ, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സീഗ ഏതാണ് എന്ന് പല റിപ്പോർട്ടുകളും പല മഹാന്മാരും പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ശഅബാൻ 23 നമ്മൾ അങ്ങനെയുള്ള ഒരു സ്വലാത്ത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ദുറുൽ പറഞ്ഞത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പക്ഷേ അത് കുറച്ചുകൂടെ ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെ പൊടിപ്പും തുമ്മലുമൊക്കെ കൂട്ടിയിട്ട് ആവശ്യമായ ചേരുവകൾ കുറച്ചുകൂടെ വർദ്ധിപ്പിച്ച്, മാത്രമല്ല നമുക്കുകൂടെ ആ ദുആയിൽ ഒരു പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വലാത്ത് മഹാനായ അല്ലാമത്തു സഹാബി റളിയല്ലാഹു അൻഹു നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ആ സ്വലാത്താണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട അല്ലാമത്തു സഹാബി റളിയല്ലാഹു അൻഹു അൽ ഖൗലുൽ ബദീഉ എന്ന പേരിൽ ഒരു സ്വലാത്തിന്റെ ഗ്രന്ഥം രചിച്ചപ്പോൾ തദടിസ്ഥാനത്തിൽ അതിനെ അവലംബമാക്കിയിട്ടാണ് പിൽക്കാലത്ത് വന്ന പല മഹാന്മാരും, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം യൂസുഫ് നബ്ഹാനിയെ പോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ അൽ ഖൗലുൽ ബദീഉ എന്ന് പറയുന്നത് ഒരു വലിയ സ്വലാത്തിന്റെ അവലംബ ഗ്രന്ഥമായി കണ്ടുകൊണ്ടാണ് പിൽക്കാലത്ത് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അല്ലാമത്തു സഹാബി റളിയല്ലാഹു അൻഹു മഹാനായ ആരിഫായ സറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നമുക്ക് അദ്ദേഹത്തിന് അൽ ഖൗലുൽ ബദീഇൽ സമ്മാനിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി വ ബാരിക് വ തർഹം അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിക വ റസൂലിക നബിയിൽ ഉമ്മി സയ്യിദുൽ മുർസലീൻ വ ഇമാമുൽ മുത്തഖീൻ വ ഖാതിമുൻ നബിയ്യീൻ വ ഇമാമുൽ ഖൈരി വ ഖായിദുൽ ഖൈരി വ റസൂലിർ റഹ്മത്തി വ അലാ അസ്വാജിഹി ഉമ്മഹാത്തുൽ മുഅ്മിനീന വ ദുരിയത്തിഹി വ അഹ്ലി ബൈത്തിഹി വ ആലിഹി വ അസ്ഹാരിഹി വ അൻസ്വാരിഹി വ അത്ബാഇഹി വ അശ്യാഇഹി വ മുഹിബ്ബിഹി കമാ സ്വല്ലൈത വ ബാറക്ത വ തർഹംത അലാ സയ്യിദിനാ ഇബ്രാഹിം വ അലാ ആലി സയ്യിദിനാ ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് വസ്വല്ലി വബാരിക് വതർഹം അലൈനാ മഅഹും അഫ്ളല സ്വലവാതിക വഅസ്ക ബറകാതിക കുല്ലമാ ദക്കറക ദാക്കിറൂൻ വഗഫറ ദിക്രികൽ ഗാഫിറൂൻ അദദ ശഫ്ഇ വൽ വത്ർ വഅദദ കലിമാതിക താമാത്തിൽ മുബാറകാത്ത് വഅദദ ഖൽഖിക വറിളാ നഫ്സിക വസിനത അർശിക വമിദാദ കലിമാതിക സ്വലാത്തൻ ദായിമത്തൻ ബിദവാമിക. ഇതിൽ ഒരുപാട് സ്വലാത്തുകളിൽ നിന്ന് അഥവാ അതിശ്രേഷ്ഠമായ പല സ്വലാത്തുകളുടെയും ചേരുവകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായി നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്വലാത്താണ്. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവായ ഇമാമുൽ അഇമ്മ അശ്ശൈഖ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ സൗഭാഗ്യം കിട്ടാൻ കാരണമായതെന്ന് പറയുന്ന സ്വലാത്ത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ വലിയ കോപ്പ കൊണ്ട് ഹൗദുൽ കൗസർ വാരിക്കുടിക്കാം എന്ന് പറഞ്ഞ ആ സ്വലാത്ത് ഇതിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സ്വലാത്തുകളുടെ ഒരു സമ്മേളനമാണ് സത്യത്തിൽ ഈ സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും ഇത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് സ്വലാത്തിന്റെ ചെല്ലൽ മുഹൂർത്തമായ കൂട്ടത്തിൽ മഹാനായ ഖുതുബുദ്ദീൻ മുഹമ്മദുൽ ഖൈദറമി ഷാഫിഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അൽ-ലിവാഉൽ മുഅല്ലമിൽ 33-ാമത്തെ സ്ഥലമായി പറയുന്നത് ഇന്ദ ഖത്മിൽ ഖുർആൻ, ഖുർആൻ പൂർത്തീകരിക്കുന്ന സമയത്ത് എന്നാണ്. ആ ഖുർആൻ പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു ദുആഇന് ചാൻസ് ഉള്ള സമയമാണല്ലോ. ഇനി
ഒരു ദ്വായും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചെല്ലുക വഴി ആ ദ്വായുടെ സുന്നത്ത് പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട്. അതിലേറെ നമുക്ക് വേണ്ടി ചോദിക്കുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചോദിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അല്ലാഹുവിൻ്റെ കാരുണ്യവർഷം വരും. ആ സ്വലാത്ത് ചെല്ലിയതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിന് ശേഷം നമ്മുടെ വിഷയങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക. എങ്കിൽ പെട്ടെന്ന് നമുക്ക് മറുപടി ലഭിക്കും. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.